ഇത് വെറും ആറോ അല്ല, അഡാപ്റ്റീവ് ആറോ ആണ്. ചിന്തിക്കുന്നത് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ആറോ പ്യൂരിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണമെന്നാണ്. സത്യത്തിൽ എല്ലാ വാട്ടറിനും ആറോയുടെ ആവശ്യമില്ല. ആറോ ഫിൽട്രേഷന്റെ ആവശ്യമില്ലാത്ത വെള്ളത്തിൽ ആറോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രണ്ട് മെയിൻ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ വെള്ളത്തിലെ എസെൻഷ്യൽ മിനറൽസ് നഷ്ടപ്പെടും. രണ്ട്, ആറോ ഫിൽട്ടർ പെട്ടെന്ന് ഡാമേജ് ആവും. ഒരുപാട് ആളുകൾ ഓരോ വർഷവും 5000 6000 ഒക്കെ മെയിൻ്റനൻസ് ഫീ ആയിട്ട് വാട്ടർ പ്യൂരിഫയർ വെച്ചതിന് ശേഷം പേ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അൺനെസസറി ആയിട്ടുള്ള ആറോ ഫിൽട്രേഷൻ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ആറോ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് സോഴ്സ് വാട്ടറിന്റെ TDS ചെക്ക് ചെയ്യാറുണ്ടോ? ആ വാട്ടർ അനലൈസ് ചെയ്യാറുണ്ടോ? കാണാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ആറ്റംബർഗിന്റെ ഇന്റർലോൺ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ. ഈ വാട്ടർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് ആയിട്ട് സോഴ്സ് വാട്ടറിന്റെ TDS ചെക്ക് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബ്ലൈൻഡ് ആയിട്ട് എല്ലാ വാട്ടറും ആറോ പ്യൂരിഫിക്കേഷൻ ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആറോ പ്യൂരിഫിക്കേഷന്റെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആറോ ഫിൽറ്റർ പെട്ടെന്ന് ഡാമേജ് ആവും, എസെൻഷ്യൽ മിനറൽസ് വാട്ടറിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുമ്പോൾ ആറോ ഫിൽറ്ററിന്റെ ലൈഫ് കൂടുക മാത്രമല്ല, വാട്ടറിലെ എസെൻഷ്യൽ മിനറൽസ് പ്രിസർവ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ വാട്ടർ പ്യൂരിഫയറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിന്റെ വാറണ്ടി. 2 ഇയറിന്റെ നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് വാറണ്ടി ആണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് ലഭിക്കുന്നത്. ഇതിൽ ഫ്രീ ആയിട്ടുള്ള പാർട്സ് റീപ്ലേസ്മെന്റും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ആറ്റംബർഗിന്റെ ഹോം ആപ്പിലൂടെ സ്മാർട്ട് അലർട്ട് ലഭിക്കും. ഇതിന്റെ ഏതെങ്കിലും പാർട്സ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആറ്റംബർഗ് ഹോം ആപ്പിൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഹോം ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വെറും ഒരു വാട്ടർ പ്യൂരിഫയർ ആയിരിക്കത്തില്ല, ഇന്റലിജന്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും ഈ ഒരു വാട്ടർ പ്യൂരിഫയർ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കോമൺ ആയിട്ട് വാട്ടർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും ഒപ്പം ഹെൽത്തും വാലറ്റും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും റിപ്ലൈ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പൊ ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിലുള്ള കോമൺ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അൺനെസസറി ആയിട്ടുള്ള ആറോ യൂസേജ് ആണ്. മിക്ക ആളുകളും കരുതുന്നത് ആറോ വാട്ടർ സേഫ് ആയിട്ടുള്ള വാട്ടർ ആണെന്നാണ്. എന്നാൽ നിങ്ങളുടെ സോഴ്സ് വാട്ടറിന്റെ TDS ലെവല് 300-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ആറോ ഫിൽട്രേഷൻ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അൺനെസസറി ആയിട്ടുള്ള ഈ ആറോ ഫിൽട്രേഷനിലൂടെ നിങ്ങളുടെ വാട്ടറിലെ എസെൻഷ്യൽ മിനറൽസ് ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ട് ഡീമിനറലൈസ്ഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കിട്ടുക. WHO റെക്കമെൻഡ് ചെയ്യുന്നത് വാട്ടർ TDS ലെവൽ 300 ppm വരെ ആണെന്നുണ്ടെങ്കിൽ അത് കുടിക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ആണെന്നാണ്. ഇങ്ങനെയുള്ള വാട്ടർ ജസ്റ്റ് UV UF ഫിൽട്രേഷൻ ചെയ്താൽ മതിയായിരിക്കും. എന്നാൽ ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയർ അത്ര ഇന്റലിജന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ട് ആറോ അപ്ലൈ ചെയ്യും. അപ്പം അൺനെസസറി ആയിട്ടുള്ള ആറോ ഫിൽട്രേഷനിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിൽ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിലെ മറ്റൊരു പ്രശ്നമാണ് റെഡ്യൂസ് ആറോ മെമ്മറിയിൽ ലൈഫ്. റിയൽ ടൈം ട്രാക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് യൂസറിന് അറിയാൻ പറ്റില്ല ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറായോ ഇല്ലയോ എന്നുള്ള കാര്യം. ഗസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിന്റെ ആ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ ഫിൽറ്റർ വളരെ നേരത്തെ ചേഞ്ച് ചെയ്തു എന്ന് വരാം, ചിലപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത്. രണ്ടായാലും നമുക്ക് പ്രശ്നമാണ്. പിന്നെ ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഈ ഒരു കാര്യത്തിൽ വലിയ ട്രാൻസ്പെറൻസി ഉണ്ടാകത്തില്ല. റിയൽ ടൈം ആയിട്ട് നമുക്ക് ഈ ഫിൽറ്ററിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ള ഒരു സംവിധാനങ്ങളും ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിൽ നൽകിയിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്താണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആറ്റംബർഗിന്റെ ഇന്റർലോൺ എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ പ്യൂരിഫയർ. ആറ്റംബർഗിന്റെ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഇന്ത്യസ് ഫസ്റ്റ് അഡാപ്റ്റീവ് വാട്ടർ പ്യൂരിഫയർ ആണ്. ഇതിൽ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിലെ എല്ലാ പ്രോബ്ലംസും ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഒരു 1.5 മാസത്തിലേറെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു അടിപൊളി പാക്കിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ആണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ആക്സസറീസ് കൂടെ വന്നിട്ടുണ്ട്. ഇത് ഈ പ്രൊഡക്റ്റിനോടൊപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന പ്രീ ഫിൽറ്റർ ആണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള 2 ടൈപ്പിലുള്ള ഹോസും പിന്നെ കുറച്ച് സ്ക്രൂസുമാണ് ബോക്സ് കണ്ടന്റ് ആയിട്ട് ലഭിച്ചത്. ഇതാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഡിസൈൻ. ഇതിന്റെ സൈഡും ബാക്കും ഒക്കെ ഗ്ലോസി ഫിനിഷിംഗും ഫ്രണ്ട് നല്ല മാറ്റ് ഫിനിഷിംഗിലുമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ആയിട്ടൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ TDS ലെവലും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇതിലെയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഇന്റീരിയറുമായിട്ടൊക്കെ യോജിച്ച് പോകുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് ആറ്റംബർഗ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ ആറ്റംബർഗിന്റെ ഇന്റർലോൺ എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങണം? ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ സോഴ്സ് വാട്ടറിന്റെ TDS ലൈവ് ആയിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫിൽട്രേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുകയും അൺനെസസറി ആയിട്ടുള്ള ആറോ ഫിൽട്രേഷൻ ഇത്
അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. ഒപ്പം വാട്ടർ വേസ്റ്റേജ് ഇത് റെഡ്യൂസ് ചെയ്യും. ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിനേക്കാളും 2 ഇരട്ടി വാട്ടർ സേവ് ചെയ്യാനായിട്ട് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് സാധിക്കുന്നതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 2 ഇയർ വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു 2 വർഷത്തിന് ശേഷം ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു ട്രാപ്പ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടത്തില്ല. ഇതിൽ ഫുൾ ട്രാൻസ്പെറൻസി ഉണ്ട്. ഈ ഒരു വാട്ടർ പ്യൂരിഫയർ വരുന്നത് ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ ഒരു സബ്സ്ക്രിപ്ഷനോ ഒരു പാക്കേജോ ഒന്നും ഇല്ലാതെയാണ്. 2 വർഷത്തെ വാറണ്ടി പീരീഡിനുള്ളിൽ ഇതിലെ ഏതെങ്കിലും പാർട്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യാം. ഇനി 2 വർഷത്തിന് ശേഷം ഇതിലെ ഏതെങ്കിലും പാർട്സിനോ ഫിൽറ്ററിനോ സർവീസിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആ പാർട്സിന് വേണ്ടി മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. ഒരു ഹിഡൻ ചാർജസും ഇതിൽ ഉണ്ടാകത്തില്ല. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പാർട്സിന് സർവീസിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് വളരെ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. ഇതിൽ ഹോം ആപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ആ ഹോം ആപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും പാർട്സിന് സർവീസിംഗ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹോം ആപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഇതിലെ അഡാപ്റ്റീവ് ഫ്ലോ മോഡ് എന്താണെന്ന് പറയാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്യൂരിഫിക്കേഷന്റെ ബെസ്റ്റ് മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യും. ഉദാഹരണത്തിന് TDS ലെവൽ 300 കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് RO UV മോഡ് സെലക്ട് ആവും. ഈ TDS ലെവൽ 300 കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് UF UV മോഡ് സെലക്ട് ആവും. അപ്പോൾ ഓരോ സ്ഥലത്തെയും വാട്ടറിന്റെ ക്വാളിറ്റി അനുസരിച്ച് ആ വാട്ടറിന് ഏത് മോഡാണോ വേണ്ടത് ആ മോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ അഡാപ്റ്റീവ് മോഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അഡാപ്റ്റീവ് മോഡിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള RO ഫിൽട്രേഷൻ ഉണ്ടാവില്ല. ഈ കാണുന്നതാണ് ആറ്റംബർഗിന്റെ ഹോം ആപ്പ്. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഡിവൈസ് ഇതിൽ ആഡ് ചെയ്യണം. ഡിവൈസ് ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിയർ ബൈ ഡിവൈസ് ബ്ലൂടൂത്ത് സ്കാൻ ചെയ്യുകയും അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ ആപ്പിലേക്ക് ആറ്റംബർഗിന്റെ റെനേസ ഫാൻ അതേപോലെ ഇൻഡിലോൺ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വാട്ടർ പ്യൂരിഫയർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വാട്ടർ പ്യൂരിഫയറിന്റെ ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിൽ നമുക്ക് ആദ്യം നോട്ട് ചെയ്യേണ്ടത് ഇൻപുട്ട് TDS ലെവലാണ്. ഇവിടെയാണ് ഇൻപുട്ട് TDS ലെവൽ കാണിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേക്കുള്ളിലായിട്ട് ഔട്ട്പുട്ട് TDS ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിന്റെ ഹെൽത്ത് നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇതിന്റെ എല്ലാ പാർട്സിന്റെയും ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. എല്ലാം ഇപ്പം 99 ആണ്. ഞാൻ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് 99 ആണ് ഹെൽത്ത് സ്റ്റാറ്റസ്. എന്തൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്പർ വൈസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പാർട്സിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ അത് കാണിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പാർട്ട് മാത്രമായിട്ട് ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ താഴെയായിട്ട് 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. മോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മോഡ്സ് ഇവിടെ ഒന്ന് മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കും. റെക്കമെൻഡഡ് ആയിട്ടുള്ളത് അഡാപ്റ്റീവ് ഫ്ലോ മോഡാണ്. ഈ വാട്ടർ പ്യൂരിഫയറിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചറിൽ ഒരെണ്ണമാണ് ഈ അഡാപ്റ്റീവ് ഫ്ലോ മോഡ് എന്ന് പറയുന്നത്. അതായത് ഈ മോഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സോഴ്സ് വാട്ടറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയും പിന്നെ ആവശ്യമുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഇത് സെലക്ട് ചെയ്യുകയും ചെയ്യും. അതിന് താഴെയായിട്ട് RO UV മോഡ് ഉണ്ട്. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മെറ്റൽ കണ്ടാമിനേഷൻ ഒക്കെ ഉള്ള വാട്ടർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് RO+UV മോഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതിന് താഴെയുള്ള മോഡ് ടേസ്റ്റ് ട്യൂൺ മോഡാണ്. ഇതിൽ നമുക്ക് TDS ലെവൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. TDS ലെവൽ കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടറിന്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് TDS ലെവൽ മാറ്റിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള വാട്ടർ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് ഇതിലൂടെ പറ്റും. അടുത്തത് വാക്യൂം മോഡാണ്. നമ്മൾ റെഗുലർ ആയിട്ട് പ്യൂരിഫയർ യൂസ് ചെയ്യാത്ത സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ വെക്കേഷൻ ഒക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുറച്ച് ദിവസം വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വാക്യൂം മോഡ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ പ്യൂരിഫയറിന്റെ ഉള്ളിലെ ഫിൽറ്റേഴ്സ് ഒക്കെ കേടാകാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മോഡിലൂടെ സാധിക്കുന്നതാണ്. ഇനി TDS ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ത്രെഷോൾഡ് TDS എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് TDS ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വാട്ടറിന്റെ TDS ലെവൽ അറിയാനായിട്ട് മറ്റു ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. സോഴ്സ് വാട്ടറിന്റെ TDS ലെവലും അതേപോലെ ഔട്ട്പുട്ട് വാട്ടറിന്റെ TDS ലെവലും എത്രയാണെന്നുള്ളത് റിയൽ ടൈം ആയിട്ട് ആപ്പിനുള്ളിൽ തന്നെ കാണിക്കും. അപ്പോൾ അത് നോക്കി നമുക്ക് ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വാട്ടർ പ്യൂരിഫയറിൽ 7 സ്റ്റേജ് ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. ഓരോ സ്റ്റേജിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടാമിനൻസ് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് പ്രിസർവ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിന്റെ പ്രൈസിംഗും ഇൻസ്റ്റാളേഷനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിംഗ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാളേഷനിലേക്ക് വരുന്നുണ്ട് ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്. ഒപ്പം തന്നെ ഒരു പ്രീ ഫിൽറ്റർ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നത് ഏകദേശം 1500 രൂപ വില വരുന്ന ഫ്രീ ഫിൽറ്റർ ആണ്. ഇനി ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഇത്രയും ദിവസം ഉപയോഗിച്ചില്ല, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 3-4 പോയിന്റ്സ് ഞാൻ പറയും. ഒന്നാമത് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ അഡാപ്റ്റീവ് മോഡാണ്. അഡാപ്റ്റീവ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്ടറിന്റെ സോഴ്സ് വാട്ടറിന്റെ TDS അനലൈസ് ചെയ്യുക, അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫിൽട്രേഷൻ ആയിരിക്കും ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഏതൊരു വാട്ടർ പ്യൂരിഫയറിലും വേണ്ട ഒരു ഫീച്ചറാണ്. പക്ഷെങ്കിൽ മിക്ക വാട്ടർ പ്യൂരിഫയർ നല്ല ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറുകളിൽ ഒന്നും തന്നെ ഇങ്ങനൊരു ഫീച്ചർ ഇല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ആറ്റംബർഗിന്റെ ഇൻഡിലോൺ എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ പ്യൂരിഫയർ തന്നെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യം ഇതിന്റെ വാറണ്ടിയാണ്. 2 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഈ 2 ഇയർ വാറണ്ടി പീരീഡിൽ ഇതിന്റെ ഏത് പാർട്സിന് എന്ത് രീതിയിലുള്ള പ്രശ്നം വന്നാലും ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലും അവർ ഫ്രീ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് തരും. നമുക്ക് ആ 2 വർഷത്തേക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല. 2 വർഷത്തിന് ശേഷം പ്രശ്നമാവുമോ എന്ന് ചോദിച്ചു
ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നേരം ഒരു പ്രശ്നമില്ല. കാരണം റിയൽ ടൈം ട്രാക്കിംഗ് ഇതിലെ ഓരോ പാർട്സും നമുക്ക് ഇതിന്റെ ഫിൽറ്റേഴ്സ് എല്ലാ കാര്യങ്ങളും ഞാൻ ആപ്പിൽ കാണിച്ചല്ലോ. അപ്പോൾ അതിൽ ഏത് പാർട്സിന് കംപ്ലൈന്റ് വന്നു പറഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അതിനനുസരിച്ച് ആ പാർട്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയറിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 5000 6000 ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് മുടക്കേണ്ടത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ഏത് ഫിൽറ്ററിന്റെ കംപ്ലൈന്റ് എന്ന് അറിയത്തില്ല. ആ ഒരു കിറ്റിലുള്ള ഫിൽറ്റർ മൊത്തം അവരെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ അതിന്റെ പൈസ പേ ചെയ്യേണ്ടതായിട്ട്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ഏത് ഫിൽറ്ററിനാണോ കംപ്ലൈന്റ് ആ ഫിൽറ്റർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അടുത്തത് ഇതിന്റെ ഡിസൈൻ ആണ്. എന്റെ നോട്ടത്തിൽ ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്. ഈ മാറ്റ് ഫിനിഷ് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതും നല്ല രസമാണ്. കാരണം നമ്മളിത് ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചേക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഈ ഡിസ്പ്ലേ എപ്പോഴും ഇങ്ങനെ അതിൽ നമ്മുടെ TDS ലെവൽ കാണിച്ചുകൊണ്ടിരിക്കുക. അത് നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നി. മൊത്തത്തിൽ നമ്മുടെ വീടിന്റെ ഇന്റീരിയറുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു സൈഡിലും നമുക്ക് ഒരു മിക്ക ട്രഡീഷണൽ വാട്ടർ പ്യൂരിഫയർ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈനിൽ തന്നെ മൊത്തത്തിൽ പാളിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ലുക്കും വർക്കും എല്ലാം അടിപൊളിയാണ്. ഇനി വാങ്ങുമ്പോൾ ഒരു സ്മാർട്ട് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ തന്നെ വാങ്ങുക. ഇത്രയും ഫീച്ചേഴ്സും അതേപോലെ തന്നെ വാറന്റിയും അതിനുശേഷമുള്ള റിയൽ ടൈം ട്രാക്കിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഒരു വാട്ടർ പ്യൂരിഫയറിലും ഇപ്പം അവൈലബിൾ അല്ല. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ഇതേപോലെയുള്ള അൺബോക്സിംഗ് റിവ്യൂ വീഡിയോകൾക്കായി എന്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നുപോകല്ലേ, വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പം ഇതിലും നല്ല ഒരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.